വിലയിരുത്തിയിട്ടുള്ളതായിരിക്കുമല്ലോ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഫയലിൽ നിന്ന് എടുത്തത് വായിച്ച് നോക്കണം. അത് ഫയലിലുണ്ട് അവിടെ, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധപ്പെടാത്തത് കൊണ്ടാണ്. ഇപ്പം തെരഞ്ഞെടുത്ത് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ഒരു അഭിപ്രായം, മുഖ്യമന്ത്രി ആയ ശേഷം വേറൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇതിൽ ലീഗ് നേതൃത്വത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം വളരെ ശക്തമായി ഇത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് ലീഗ് നേതൃത്വം പറയുകയും അത് BJP ആയിട്ട് എന്തോ ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുകയെന്നുള്ള ആക്ഷേപം ഉന്നയിക്കുകയും ലീഗ് നേതൃത്വം ചെയ്തതാണ്. ഇന്നിപ്പോൾ ആ ലീഗ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും മിണ്ടുന്നില്ല. ഷാജി ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയായി ചുമതല എടുത്ത് പ്രവർത്തിക്കുന്ന ഷാജിയെല്ലാം പരസ്യമായി ഇവർ കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രശ്നമില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ UDFൻ്റെ നയം ഞങ്ങൾക്ക് അറിയേണ്ടത്, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു നയം, തെരഞ്ഞെടുപ്പിൽ ശേഷം അവർ വിജയിച്ച് ഗവൺമെൻറ് രൂപീകരിച്ച ശേഷം വേറൊരു നയം, അങ്ങനെ 2 നയം ഒരു മാസത്തിനുള്ളിൽ ഉണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. മറ്റൊരു കാര്യം, തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ഭരണ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ ദിവസം LDFൻ്റെ നേതൃത്വത്തിലുള്ള മാർച്ചൊക്കെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെടണം. പൊതുജനങ്ങൾക്ക് കോർപ്പറേഷൻ ഓഫീസിൽ വരുന്നതിന് വേണ്ടി കഴിയുന്നില്ല, ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി കഴിയുന്നില്ല. ഒരു വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ് കോർപ്പറേഷൻ ഓഫീസിൻ്റെ പരിസരത്ത് ഉള്ളത്. പ്രത്യേകിച്ച് ഭീഷണി അടക്കം ഒന്നിപ്പോൾ ഉണ്ടെന്നുള്ളതാണ് അവിടുത്തെ കൗൺസിലർമാരൊക്കെ തന്നെ പറയുന്നത്. അവസാനിപ്പിക്കാം. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ മുഖ്യമന്ത്രി VD സതീശൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് അത്, LDF സർക്കാർ ഒപ്പിട്ട പദ്ധതി. അതുമായി മുന്നോട്ടു പോകാൻ നിർബന്ധിതരായിരിക്കുന്നു തങ്ങൾ എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒരു മന്ത്രിസഭ ഉപസമിതിയെ തീരുമാനിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ശംസുദ്ദീനായിരിക്കും ആ സമിതിയുടെ അധ്യക്ഷൻ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M ജോൺ, ഒപ്പം മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, M ലിജു എന്നിവർ അതിൽ അംഗങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ തുടരുന്നതിനു വേണ്ടിയാണ് മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചിരിക്കുന്നത്. അതിൽ കേന്ദ്ര സർക്കാർ വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ അത് നടപ്പിലാക്കില്ല സംസ്ഥാന സർക്കാർ എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. ഈ ഗുണഭോക്തൃ സ്കൂളുകളെ അടക്കം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന് തീരുമാനം ഏൽപ്പിച്ചു കൊടുക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അത് സംസ്ഥാന സർക്കാരിന് തന്നെയായിരിക്കും. കരിക്കുലത്തിൽ ഇടപെടാനും അനുവദിക്കില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉയർത്തിയ വാദഗതികളെ അദ്ദേഹം ഇപ്പോൾ ഗണ്ണിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരു താൽക്കാലിക സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് അതുമായി മുന്നോട്ട് പോയത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കുന്നത്. സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് ആ ഫയലിൽ ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് വായിച്ചു നോക്കണം എന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറയുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷം വിമർശനമുയർത്തിയ ഒരു വിഷയമാണ് PMC പദ്ധതി. പക്ഷേ UDF സർക്കാർ വരുമ്പോഴും അതുമായി മുന്നോട്ട് പോകേണ്ടി വരുന്നു എന്നതാണ്. ഇപ്പോൾ 99 കോടി രൂപ കൂടി പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച കാര്യം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉയർത്തുകയാണ് മുഖ്യമന്ത്രി VD സതീശനോട്. നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ സ്വീകരിച്ച സമീപനം എന്താണ്, ഭരണപക്ഷത്തെത്തിയപ്പോൾ നിങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ള ചോദ്യമാണ് അവരിപ്പോൾ ഉയർത്തുന്നത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വലിയ വിമർശനം ഉയർത്തിയതാണ് PMC പദ്ധതിയിൽ. ഇപ്പോൾ എന്ത് നിലപാടാണ് ലീഗ് നേതൃത്വത്തിന് ഈ വിഷയത്തിൽ ഉള്ളത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ലീഗ് നേതൃത്വം ഇപ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നുള്ള പരസ്യ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. UDFന് തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും 2 നയങ്ങളാണോ എന്നുള്ള ചോദ്യം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. നേരത്തെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് വാർത്താ സമ്മേളനത്തിൽ PMCയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയത്. അതിനു മുൻപ് പല ഘട്ടങ്ങളിലായി വിഷയത്തിൽ പ്രതികരണം തേടിയിരുന്നതാണ്. പൊതുവിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീനോടക്കം ഇക്കാര്യത്തിൽ നിലപാട് തേടിയിരുന്നതാണ്. അക്കാര്യങ്ങളിലൊക്കെ ഇനി സർക്കാർ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും മന്ത്രിസഭാ യോഗത്തിൽ ഒരു ഉപസമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ. അതിനുവേണ്ടിയാണ് ഈ മന്ത്രിസഭാ ഉപസമിതിയെ തീരുമാനിച്ചിരിക്കുന്നത്. 4-അംഗ ഉപസമിതിയാണ്. പൊതുവിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ ആയിരിക്കും ആ സമിതിയുടെ അധ്യക്ഷൻ. ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇത് ഇപ്പോൾ
പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ മുൻ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അത് ഉന്നയിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിങ്ങൾക്കൊരു നിലപാട്, ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ മറ്റൊരു നിലപാട് എന്നുള്ള തരത്തിൽ ഈ സർക്കാരിന്റെ തീരുമാനത്തെ എങ്ങനെയായിരിക്കും ഇനി പ്രതിപക്ഷം ചോദ്യം ചെയ്യുക? ശ്രീജിത്ത്, പ്രതിപക്ഷം ഈ കാര്യത്തെ എങ്ങനെയാണ് ചോദ്യം ചെയ്യുക എന്ന കാര്യം ഇനി വ്യക്തമാകാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും മുൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട ചില പ്രാഥമികമായ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു. ഇനി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കുമ്പോഴായിരിക്കും പ്രതിപക്ഷം എങ്ങനെയാണ് ഈ പ്രശ്നത്തെ സമീപിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. എന്തായാലും PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പുതിയ സർക്കാരിന്റെ തീരുമാനമെന്ന് വ്യക്തമാക്കുന്നതാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വാർത്താ സമ്മേളനം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മുൻ സർക്കാർ പദ്ധതിയിൽ ഒപ്പിട്ടതുകൊണ്ട് ആ പദ്ധതി ഇപ്പോഴും സജീവമാണ്. കേരളം പദ്ധതിയിൽ പങ്കാളികളാണ്. മാത്രമല്ല 99 കോടി രൂപ കൈപ്പറ്റുകയും ചെയ്തു. അത് SSK ഫണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ ഒഴുക്കമട്ടിൽ അദ്ദേഹം SSK ഫണ്ടാണെന്നൊരു പ്രതികരണം വി ഡി സതീശൻ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് 1100 കോടി രൂപ ഇനി ലഭിക്കാനുണ്ട്. അതിന്റെ PMC പദ്ധതിയിൽ ഒപ്പുവെക്കാത്തതുകൊണ്ട് തടഞ്ഞു വെച്ചിരുന്ന പിന്നെ SSK ഫണ്ടാണ്. SSK ഫണ്ട് ഒരു ഭാഗമാണ് 99 കോടി അന്ന് റിലീസ് ചെയ്തത്. അതാണ് ഇപ്പോൾ അല്ലാതെ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട പണം മുൻ സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. എന്തായാലും പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. പണം വേണമെന്ന നിലപാട് തന്നെയാണ്. പണം വരുന്നത് ഔദാര്യമല്ല എന്ന് കൂടി പറയുമ്പോൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട പണം സ്വീകരിക്കാൻ പുതിയ സർക്കാർ ഒരുക്കമാണെന്ന സൂചനയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ ഈ മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുന്നുണ്ട് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, ഫണ്ടിൽ വന്ന കുറവിനെ കുറിച്ച്. അതുകൊണ്ട് ഇന്ദ്രജാലം കാണിക്കേണ്ടി വരും ഈ കണക്കൊക്കെ കാണിക്കുന്നതിന് വേണ്ടി എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്. സ്വാഭാവികമായും വിദ്യാഭ്യാസ വകുപ്പിന് ഈ ഫണ്ട് അനിവാര്യമാണെന്ന് കൂടിയാണല്ലോ പരോക്ഷമായി വായിച്ചെടുക്കേണ്ടത്. ഈ മന്ത്രിതല ഉപസമിതിയുടെ പരിഗണനാ വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും ശ്രീജിത്ത്? മന്ത്രിസഭാ ഉപസമിതിയുടെ പരിഗണനാ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ മുന്നോട്ട് വെക്കുന്ന ചില ആവശ്യങ്ങളുടെ കാര്യത്തിൽ ആവശ്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പിട്ടതുകൊണ്ട് ഈ പദ്ധതിയിൽ കേരളം പങ്കാളികളാണ്. എന്നാൽ പങ്കാളികളാണ് എന്നിരിക്കെ തന്നെ പദ്ധതിയുമായി ബന്ധപ്പെട്ട വർഗീയവൽക്കരണം നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. മറ്റൊന്ന്, ഈ പാഠ്യപദ്ധതി അഥവാ കരിക്കുലം കാര്യങ്ങളിൽ ഇടപെടാൻ അനുവദിക്കില്ല. സംസ്ഥാനത്തിന് സ്വാതന്ത്ര്യം വേണം എന്നുള്ള ആവശ്യം കൂടി അറിയിക്കുക എന്ന ചുമതല കൂടി മന്ത്രിസഭാ ഉപസമിതിക്കുണ്ട്. മറ്റൊരു കാര്യം, ഈ മന്ത്രിസഭാ ഉപസമിതി പരിഗണിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ ഗുണഭോക്തൃ പട്ടികയിലുള്ള സ്കൂളുകൾ ഏതാണെന്ന് തീരുമാനിക്കുന്നതാണ്. ആ സ്കൂളുകൾ ഏതാണെന്ന് തീരുമാനിക്കാനുള്ള അധികാരം, അവകാശം സംസ്ഥാന സർക്കാരിന് വിട്ടുതരണം എന്നുകൂടി ആവശ്യപ്പെടും. ഈ ചുമതലകളാണ് മന്ത്രിസഭാ ഉപസമിതി നിക്ഷിപ്തമാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടതെന്ന് സംബന്ധിച്ച് ഒരു പൊതു കാഴ്ചപ്പാട് സ്വരൂപിക്കുക എന്നതും ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ ഉത്തരവാദിത്തമാണ്. ശ്രീജിത്ത്, ഇപ്പോൾ ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അന്ന് ഉയർന്നൊരു വിമർശനം ഇത് അന്ന് LDF ഉൾപ്പെടെ ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോയി എന്നുള്ളതായിരുന്നല്ലോ. സമാനമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമോ? കാരണം ഇതിപ്പോൾ സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. UDF എന്നുള്ള നിലയ്ക്ക്, മുന്നണി എന്നുള്ള നിലയ്ക്ക് നയപരമായ ഒരു തീരുമാനം കൂടിയാണല്ലോ ഈ വിഷയത്തിൽ വരേണ്ടത്. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ ശ്രീജിത്ത്? പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ UDFന്റെ രാഷ്ട്രീയ നേതൃസമിതിയിൽ ചർച്ച ചെയ്തില്ലെങ്കിലും മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് വിശദമായി ഈ കാര്യം ചർച്ച ചെയ്തു. നേരത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയ റിപ്പോർട്ട് മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് UDFിലെ പ്രധാന നേതാക്കൾ തന്നെയാണ് മന്ത്രിസഭയിൽ മന്ത്രിസഭയിൽ അംഗങ്ങളായിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും ഷിബു ബേബി ജോൺ ആണെങ്കിലും മോൻസ് ജോസഫ് ഒക്കെ ആണെങ്കിലും UDFിലെ പ്രധാനപ്പെട്ട കക്ഷികളുടെ നേതാക്കൾ കൂടിയാണ്. അപ്പോൾ അവർ കൂടി പങ്കെടുക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ കാര്യം ചർച്ച ചെയ്തുകൊണ്ട് മറ്റ് രാഷ്ട്രീയ സമിതികൾ ചർച്ച ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ മുൻ സർക്കാരിന്റെ കാലത്ത് ഈ PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതുകൊണ്ട് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല, പരിമിതിയുണ്ട് എന്ന ഒരു ന്യായീകരണമാണ് പ്രധാനമായി ഇവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് അതാണ് മുൻ സർക്കാർ ഒപ്പിട്ടതാണ് കാരണം. അതുകൊണ്ട് ഇനി പണം വാങ്ങിയെടുക്കുക എന്നത് മാത്രമാണ് തങ്ങൾക്ക് മുന്നിലുള്ള പോംവഴി. അത് മാത്രമല്ല, വർഗീയവൽക്കരണത്തെ ചെറുക്കുക, പാഠ്യപദ്ധതിയിലെ ഇടപെടൽ ചെറുക്കുക, ഒപ്പം തന്നെ സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ സർക്കാർ ഈ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടിയിരിക്കുന്ന 1100 കോടി രൂപ എന്ന് പറയുന്നത് അത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല. നമ്മുടെ നികുതിപ്പണത്തിന്റെ പകുതി പോകുന്നത് കേന്ദ്ര സർക്കാരിലേക്കാണ്. അപ്പോൾ കേന്ദ്രത്തിന് സംസ്ഥാനത്തിന് സഹായിക്കാൻ ഇത്തരം പദ്ധതികളുമായി ബന്ധപ്പെട്ട് നൽകുന്ന പണം അത് ധനസഹായം, അതൊരു ഔദാര്യമല്ല, അവകാശമാണ് എന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്.
ശരി, PM ശ്രീയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ അത് വിശദീകരിക്കുന്നു. തങ്ങൾ നിർബന്ധിതരാകുന്നു കഴിഞ്ഞ സർക്കാർ ഇതിൽ ഒപ്പിട്ടതുകൊണ്ട് എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. ശ്രീജിത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.